നമസ്കാരം. ക്യൂ മലയാള UK ന്യൂസിലേക്ക് സ്വാഗതം. പ്ലാൻ 2 വിദ്യാർത്ഥി വായ്പാ സംവിധാനം പുനരവലോകനം ചെയ്യുമെന്ന് വിദ്യാഭ്യാസ സെക്രട്ടറി. UK വിദ്യാഭ്യാസ സെക്രട്ടറി ബ്രിജിറ്റ് ഫിലിപ്സൺ വിദ്യാർത്ഥി വായ്പകളുടെ ചെലവ് സംബന്ധിച്ച് വ്യാപകമായ ആശങ്കകൾക്കിടയിൽ പ്ലാൻ 2 സംവിധാനം പുനരവലോകനം ചെയ്യുമെന്ന് പറഞ്ഞു. എന്നാൽ സംവിധാനത്തിൽ മാറ്റം വരുത്തുമെന്ന് ഉറപ്പ് നൽകിയില്ല. ഗ്രാജുവേറ്റുകൾക്ക് ന്യായമായ ക്രമീകരണങ്ങൾ വേണമെന്ന് അവർ ആഗ്രഹിച്ചെങ്കിലും ഈ ചുമതല ലഘൂകരിക്കപ്പെടുമോ എന്ന് ചോദിച്ചപ്പോൾ സർക്കാർ മുൻഗണനകളുടെ ചോദ്യത്തെ നേരിടുന്നുവെന്ന് മുന്നറിയിപ്പ് നൽകി. ചാൻസലർ റേച്ചൽ റീവ്സിന്റെ നവംബർ ബജറ്റിന് ശേഷം പ്ലാൻ 2 സംവിധാനത്തിൽ തിരിച്ചടവ് ആരംഭിക്കുന്ന ശമ്പള പരിധി 3 വർഷത്തേക്ക് 29,385 പൗണ്ടിൽ സ്ഥിരമാക്കപ്പെടും. ഇത് പലരുടെയും തിരിച്ചടവ് തുക വർദ്ധിപ്പിക്കും. ഈ വായ്പകളിലെ പലിശ, റീറ്റെയിൽ പ്രൈസസ് ഇൻഡെക്സ്, പണപ്പെരുപ്പം +3% വരെയുള്ള നിരക്കിൽ ഈടാക്കപ്പെടുന്നു. ഇത് ഒരു ഗ്രാജുവേറ്റ് എത്രമാത്രം സമ്പാദിക്കുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കുന്നു. ടോറികൾ ഇത് RPIയിൽ മാത്രമായി പരിമിതപ്പെടുത്തുമെന്നും സർവകലാശാല പ്രവേശനങ്ങളുടെ എണ്ണം കുറയ്ക്കുമെന്നും അപ്രന്റീസ്ഷിപ്പുകൾ വർദ്ധിപ്പിക്കുകയും ചെയ്യുമെന്ന് വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. ഇത് ട്രഷറിയിൽ കൂടുതൽ സമ്മർദ്ദം ചെലുത്തും. ലിബറൽ ഡെമോക്രാറ്റ്സ് പ്രതിഫലം നൽകുന്നതിന് RPIക്ക് പകരം ന്യായമായ നിരക്ക് ഉൾപ്പെടെയുള്ള ദീർഘകാല മാറ്റങ്ങൾ പരിഗണിക്കുന്നതിന് ഒരു റോയൽ കമ്മീഷൻ സൃഷ്ടിക്കാൻ ആഹ്വാനം ചെയ്തിട്ടുണ്ട്. അയർലൻഡിൽ നേഴ്സായിരുന്ന നിമ്മി ജോയ് ഇന്ത്യയിൽ അന്തരിച്ചു. അയർലൻഡിലെ സെന്റ് ജെയിംസ് ആശുപത്രിയിൽ നേഴ്സായി സേവനമനുഷ്ഠിച്ചിരുന്ന നിമ്മി ജോയ് ഇന്ത്യയിൽ നിര്യാതയായി. ആരോഗ്യ പ്രശ്നങ്ങളെ തുടർന്ന് കഴിഞ്ഞ കുറച്ച് മാസങ്ങളിലായി അവർ ചികിത്സയിലായിരുന്നു. ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് അവർക്ക് ശ്വാസകോശ ഫൈബ്രോസിസ് രോഗം സ്ഥിരീകരിക്കുകയും ആരോഗ്യനില ക്രമേണ ഗുരുതരമാവുകയും ചെയ്തിരുന്നു. ചികിത്സയുടെ ഭാഗമായി കഴിഞ്ഞ ഒക്ടോബറിൽ നിമ്മി ഇന്ത്യയിലേക്ക് യാത്രയായി. അനുയോജ്യമായ അവയവദാതാവിന് ലഭിച്ചതിനെ തുടർന്ന് ജനുവരി 25-ന് ശ്വാസകോശ മാറ്റിവയ്ക്കൽ ശസ്ത്രക്രിയ വിജയകരമായി നടന്നു. ശസ്ത്രക്രിയയ്ക്ക് ശേഷം ICUവിൽ ഉൾപ്പെടെ വിദഗ്ധ ചികിത്സയിൽ തുടരവെ ആരോഗ്യനിലയിൽ നേരിയ പുരോഗതി ഉണ്ടായിരുന്നു. എന്നാൽ അപ്രതീക്ഷിതമായി ഹൃദയാഘാതം സംഭവിക്കുകയും നില അതീവ ഗുരുതരമാവുകയും ചെയ്തു. തുടർന്നുള്ള എല്ലാ ചികിത്സാ പ്രയത്നങ്ങളും ഫലിക്കാതെയാണ് മരണം സംഭവിച്ചത്. കോഴിക്കോട് ജില്ലയിലെ തോട്ടത്തിമല്ല സ്വദേശിനിയായ നിമ്മി അയർലൻഡിലെ ഇന്ത്യൻ സമൂഹത്തിൽ സുപരിചിതയും സജീവ സാന്നിധ്യവുമായിരുന്നു. സഹൃദയ സ്വഭാവവും സേവന മനോഭാവവും കൊണ്ട് നിരവധി ആളുകളുടെ ആദരവും സ്നേഹവും നേടിയ വ്യക്തിയായിരുന്നു അവർ. UK ആദ്യകാല മലയാളി വൈദികൻ ഫാദർ ജോസഫ് നരിക്കുഴി അന്തരിച്ചു. UK ആദ്യകാല മലയാളി വൈദികനായ ഫാദർ ജോസഫ് നരിക്കുഴി നിര്യാതനായി. വാർദ്ധക്യ സഹജമായ രോഗങ്ങളാലാണ് അന്ത്യം. ബർമിംഗ്ഹാമിലെ വൈദിക മന്ദിരത്തിൽ വെച്ചായിരുന്നു അന്ത്യം. 86 വയസ്സായിരുന്നു. ബ്രിട്ടനിൽ സീറോ മലബാർ രൂപത സ്ഥാപിക്കുന്നതിന് മുമ്പുള്ള കാലങ്ങളിൽ, പ്രത്യേകിച്ചും 2000 ആണ്ടിൻ്റെ ആദ്യപാദത്തിൽ UK പല ഭാഗങ്ങളിലും മലയാളത്തിൽ കുർബാന അർപ്പിച്ചിരുന്ന അപൂർവ വൈദികരിലൊരാളായിരുന്നു നരിക്കുഴി അച്ഛൻ. റായ്പൂർ മിഷൻ രൂപതാംഗമായിരുന്ന അച്ഛൻ കോട്ടയം ജില്ലയിലെ ഏന്തയാർ സ്വദേശിയാണ്. സീറോ മലബാർ ചർച്ച് രൂപത സ്ഥാപിക്കപ്പെടുന്നതിന് മുമ്പ് തന്നെ UK വിശ്വാസികൾക്കായി നിരന്തരം ശുശ്രൂഷ നിർവഹിച്ച ഫാദർ ജോസഫ് നരിക്കുഴി അച്ഛൻ്റെ വേർപാടിൽ അനുശോചനം അറിയിക്കുന്നു. അദ്ദേഹത്തിൻ്റെ സേവനം മലയാളി കത്തോലിക്ക സമൂഹത്തിൻ്റെ UK വളർച്ചയ്ക്ക് നിർണായകമായിരുന്നു. ഏപ്രിലിലെ ഊർജ്ജ ബില്ലുകളിൽ 200 പൗണ്ട് വരെ കുറവ് വരും. ഏപ്രിൽ മാസത്തിൽ ബ്രിട്ടനിലെ ഊർജ്ജ ബില്ലുകളിൽ ഗണ്യമായ കുറവുണ്ടാകുമെന്ന് വിദഗ്ധർ പ്രവചിക്കുന്നു. 7 ദശലക്ഷം കുടുംബങ്ങളുടെ ബില്ലുകളിൽ നിന്ന് 200 പൗണ്ട് വരെ കുറയാമെന്നാണ് കണക്കാക്കുന്നത്. ബുധനാഴ്ച ഓഫ്ജം ഊർജ്ജ ബില്ലിൻ്റെ പുതിയ വിലപരിധി പ്രഖ്യാപിക്കാനിരിക്കെയാണ് ഈ പ്രവചനങ്ങൾ. സ്റ്റാൻഡേർഡ് വേരിയബിൾ താരിഫിലുള്ള വീടുകളിൽ ഗ്യാസിനും വൈദ്യുതിക്കും യൂണിറ്റിന് ചാർജ് ചെയ്യാനാവുന്ന നിരക്കിൻ്റെ പരിധിയാണ് പ്രൈസ് ക്യാപ്പ്. 1.9 കോടി കുടുംബങ്ങൾ ഈ താരിഫിൽ ഉൾപ്പെടുന്നു. ഏപ്രിൽ മുതൽ ശരാശരി ബില്ലിൽ നിന്ന് 117 പൗണ്ട് കുറവ് പ്രതീക്ഷിക്കാമെന്ന് കോൺവാൾ ഇൻസൈറ്റ് വിശകലനം സൂചിപ്പിക്കുന്നു. ഈ കുറവിന് പ്രധാന കാരണം സർക്കാരിൻ്റെ ഊർജ്ജ ബിൽ ഡിസ്കൗണ്ട് സംവിധാനമാണ്. കുടുംബങ്ങൾ നേരിടുന്ന ഏറ്റവും വലിയ ബില്ലുകളിലൊന്ന് കുറയ്ക്കാനായി അടുത്ത 3 വർഷത്തിൽ 6.9 ബില്യൺ പൗണ്ട് ചെലവഴിക്കാനുള്ള സർക്കാർ പദ്ധതിയാണിത്. ഈ നയം കുടുംബങ്ങൾക്ക് വലിയ ആശ്വാസം നൽകുമെന്നും 2029 വരെ ബില്ലുകൾ നിലവിലെ തലത്തിൽ നിലനിർത്താൻ സഹായിക്കുമെന്നും പ്രതീക്ഷിക്കുന്നു. UK തൊഴിൽ വിപണി പ്രതിസന്ധിയിൽ. ഒഴിവുകൾ 2021 ശേഷം ഏറ്റവും കുറഞ്ഞ നിലയിൽ. UK തൊഴിൽ വിപണിയിൽ വീണ്ടും തിരിച്ചടി. മൊത്തം തൊഴിൽ ഒഴിവുകൾ 2021 ശേഷം ഏറ്റവും താഴ്ന്ന നിലയിലെത്തിയതായി റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. ജനുവരിയിൽ മാത്രം ഒഴിവുകളിൽ 16% കുറവുണ്ടായി.
ലണ്ടനിലാണ് ഏറ്റവും കൂടുതൽ തൊഴിൽ അവസരങ്ങൾ കുറഞ്ഞത്. 6,94,940 ഒഴിവുകളാണ് ജനുവരിയിൽ റിപ്പോർട്ട് ചെയ്തത്. ഇത് ഡിസംബറിനെ അപേക്ഷിച്ച് 3% കുറവാണ്. അതേസമയം ശമ്പള പണപ്പെരുപ്പ് നിരക്കിനേക്കാൾ വേഗത്തിൽ വർദ്ധിച്ചു. ശരാശരി 43,289 പൗണ്ടായി ഉയർന്നു. പ്രത്യേകിച്ച് ഗ്രാജുവേറ്റ് ഒഴിവുകളിൽ വലിയ കുറവുണ്ടായി. 2016 ശേഷം ആദ്യമായി ഇത് 10,000-ൽ താഴെയെത്തി. UK-യിലെ യുവജന തൊഴിലില്ലായ്മ 16.1% ഉയർന്നു. ഇത് 2014 ശേഷമുള്ള ഏറ്റവും ഉയർന്ന നിരക്കാണ്. IT മേഖലയിൽ ശമ്പളം ഉയർന്നപ്പോൾ മെയിൻ്റനൻസ് ജോലികളിൽ ശമ്പള വർധനവ് കുറഞ്ഞു. തൊഴിൽ വിപണിയിലെ ഈ സ്ഥിതി ആശങ്കാജനകമാണെങ്കിലും ചില മേഖലകളിലെ സ്ഥിരതയും ശമ്പള വർധനവും പ്രത്യാശ നൽകുന്നു. വിദ്യാർത്ഥി ലോണുകൾ ടോറികൾ പലിശ കുറയ്ക്കുമെന്ന് വാഗ്ദാനം, ലേബർ എതിർപ്പ്. UK-യിലെ ടോറി പാർട്ടി വിദ്യാർത്ഥി ലോണുകളുടെ ഉയർന്ന പലിശ നിരക്ക് ഇല്ലാതാക്കുമെന്ന് വാഗ്ദാനം ചെയ്യുന്നു. ഇത് ലേബർ സർക്കാരിന് മേൽ സമ്മർദ്ദം വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. ലേബർ വിദ്യാഭ്യാസ സെക്രട്ടറി ബ്രിജിറ്റ് ഫിലിപ്സൺ ദുർബലരായ വിദ്യാർത്ഥികൾക്ക് ഗ്രാൻറ്റുകൾ നൽകുന്നതിനാണ് പ്രാധാന്യം നൽകുന്നതെന്ന് വ്യക്തമാക്കി. നിലവിലെ വിദ്യാർത്ഥി ലോൺ സംവിധാനത്തിന് പ്രശ്നങ്ങളുണ്ടെന്ന് അവർ സമ്മതിച്ചു. കൺസർവേറ്റീവുകൾ യഥാർത്ഥ പലിശ നിരക്ക് ഇല്ലാതാക്കുമെന്ന് പറയുന്നതിനാൽ വിദ്യാർത്ഥികൾക്ക് സർവകലാശാല ഫീസിനേക്കാൾ വലിയ തുക തിരിച്ചടയ്ക്കേണ്ടി വരുന്നത് ഒഴിവാക്കാൻ ഇത് സഹായിക്കും. ലേബർ നേതാവ് കെമി പെട്നോക്ക് നിലവിലെ സാഹചര്യം യുവജനങ്ങൾക്ക് നിരാശ നൽകുന്നതാണെന്ന് പറഞ്ഞു. ഉയർന്ന പലിശ നിരക്ക് കാരണം യഥാസമയം പണം അടച്ചിട്ടും ലോൺ തുക കൂടുന്ന അവസ്ഥയുണ്ടെന്ന് അവർ ചൂണ്ടിക്കാട്ടി. എന്നാൽ ഈ നയം സർവകലാശാലകളെ പ്രതികൂലമായി ബാധിക്കുമെന്ന് ചില സാമ്പത്തിക വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നു. നിർബന്ധിത അടച്ചിടൽ സൂചിപ്പിക്കുന്ന പുതിയ റോഡ് ചിഹ്നം ഡ്രൈവർമാർക്ക് മുന്നറിയിപ്പ്. ലളിതമായ ഒരു റോഡ് ചിഹ്നം പല ഡ്രൈവർമാർക്കും ആശയക്കുഴപ്പമുണ്ടാക്കുന്നു. പ്ലെയിൻ റെഡ് സർക്കിൾ അടങ്ങിയ ബോർഡ് വാഹന ഗതാഗതത്തിന് പ്രവേശനം നിഷേധിക്കുന്ന സ്ഥലങ്ങളെയാണ് സൂചിപ്പിക്കുന്നത്. ഹൈവേ കോഡ് അനുസരിച്ച് ഈ ചിഹ്നം വഴി കടന്നുപോകുന്നത് നിയമവിരുദ്ധമാണ്. സ്കൂൾ പരിസരങ്ങൾ, ലോ എമിഷൻ സോണുകൾ, ബസ് റൂട്ടുകൾ എന്നിവിടങ്ങളിൽ ഈ നിയമം കർശനമായി പാലിക്കണം. തെറ്റിദ്ധാരണ മൂലം പിഴകളും പെനാൽറ്റി പോയിന്റുകളും ലഭിക്കാൻ ഇത് കാരണമാകും. എല്ലാത്തരം വാഹനങ്ങൾക്കും ഇത് ബാധകമാണ്. ചിലപ്പോൾ കുതിരവണ്ടികൾക്കും ഇത് ബാധകമായേക്കാം. പക്ഷേ പ്രാദേശിക അടയാളങ്ങൾ ഇതിൽ ഇളവുകൾ ഉണ്ടെങ്കിൽ വ്യക്തമാക്കും. ലണ്ടൻ പോലുള്ള നഗരങ്ങളിൽ ഈ നിയമം ലംഘിക്കുന്നവരിൽ നിന്ന് ലക്ഷക്കണക്കിന് പൗണ്ടുകൾ പിഴയായി ഈടാക്കുന്നുണ്ട്. ഈ ചിഹ്നം കാണുമ്പോൾ വ്യക്തമായ ഇളവുകൾ ഇല്ലെങ്കിൽ അത് വാഹനങ്ങൾക്കുള്ള പൂർണ്ണ നിരോധനമാണ് എന്ന് മനസ്സിലാക്കണമെന്ന് വിദഗ്ധർ നിർദ്ദേശിക്കുന്നു. ബ്രിട്ടീഷ് പൗരന്മാർക്ക് വിദേശയാത്രയ്ക്ക് പുതിയ നിയന്ത്രണങ്ങൾ, ആശങ്കയിൽ പ്രവാസികൾ. ബ്രിട്ടീഷ് ഇരട്ട പൗരന്മാർക്ക് UK-യിലേക്ക് പ്രവേശിക്കുന്നതിന് പുതിയ അതിർത്തി നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിരിക്കുന്നു. ബുധനാഴ്ച മുതൽ സാധുവായ ബ്രിട്ടീഷ് പാസ്പോർട്ട് അല്ലെങ്കിൽ സർട്ടിഫിക്കറ്റ് ഓഫ് എൻടൈറ്റിൽമെൻറ്റ് കൈവശം വയ്ക്കാത്ത ഇരട്ട പൗരന്മാർക്ക് വിമാനത്തിലോ ഫെറിയിലോ ട്രെയിനിലോ യാത്ര ചെയ്യാൻ കഴിയില്ല. ഇത് UK-യിൽ താമസിക്കുന്ന പ്രവാസികൾക്കിടയിൽ വലിയ ആശങ്കയുണ്ടാക്കിയിട്ടുണ്ട്. പ്രിയപ്പെട്ടവരുടെ അന്ത്യയാത്രകൾക്കും ആഘോഷങ്ങൾക്കും പോലും വരാൻ കഴിയാത്ത അവസ്ഥയുണ്ടാകുമെന്ന് പലരും പറയുന്നു. യൂറോപ്യൻ യൂണിയനിൽ പൗരത്വമെടുത്ത എന്നാൽ കുട്ടികൾക്ക് ബ്രിട്ടീഷ് പാസ്പോർട്ട് ലഭിക്കാത്ത കുടുംബങ്ങളും ഇതിൻ്റെ ബുദ്ധിമുട്ടുകൾ നേരിടുന്നു. പല വിമാന കമ്പനികളും ഈ നിയമം കർശനമായി പാലിക്കേണ്ടി വരുന്നതിനാൽ യാത്ര നിഷേധിക്കപ്പെടാനുള്ള സാധ്യതയുണ്ട്. പുതിയ നിയമം നടപ്പിലാക്കുന്നതിന് മുമ്പ് ഒരു ഗ്രേസ് പീരീഡ് നടപ്പാക്കണമെന്ന് ലിബറൽ ഡെമോക്രാറ്റുകൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. നിലവിൽ കാലഹരണപ്പെട്ട ബ്രിട്ടീഷ് പാസ്പോർട്ടുള്ളവർക്ക് ചില ഇളവുകൾ നൽകുന്നുണ്ടെങ്കിലും ഇത് എല്ലാവർക്കും ആശ്വാസകരമല്ല. നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാകുന്നു. എല്ലാ ദിവസവും ക്യൂ മലയാള UK ന്യൂസിൽ നിന്നുള്ള വാർത്താ അപ്ഡേറ്റുകൾക്കായി കാത്തിരിക്കുക. നോട്ടിഫിക്കേഷനുകൾ ലഭിക്കുന്നതിന് ബെല്ലൈക്കൺ എനേബിൾ ചെയ്യണമെന്നും ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം, യൂട്യൂബ് എന്നിവയിലൂടെ ക്യൂ മലയാള UK ന്യൂസ് ഫോളോ ചെയ്യണമെന്നും അഭ്യർത്ഥിക്കുന്നു.